റീസെന്റ് നമ്മൾ ലോക്സഭയിൽ 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഈ ലോക്സഭയിൽ ഈ 131ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് എന്താണ് ലോക്സഭ റിജക്ട് ചെയ്തു. അപ്പൊ എന്താണ് ഈ ബില്ലെന്ന് നോക്കാം. ഈ ബില്ല് പറയണേന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോക്സഭാ സീറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എക്സിസ്റ്റിംഗ് ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് 543 ആണ്. ഈ 543 നിന്ന് അത് 850 സീറ്റായിട്ട് കൂട്ടണമെന്നാണ് ഇത് പറയുന്നത്. അതായത് ലോക്സഭാ സീറ്റ് 543 850 കൂട്ടുന്നത് ഏതിനെ ബേസ് ചെയ്താണ്? ഡീലിമിറ്റേഷനെ ബേസ് ചെയ്താണ്. ഡീലിമിറ്റേഷൻ. അപ്പൊ സത്യത്തിൽ ഈ അമെൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു രീതിയിൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് ഓരോ സെൻസസ് കഴിയുമ്പോഴും നമുക്കറിയാം അതിനെ ഫോളോ ചെയ്ത് ഡീലിമിറ്റേഷൻ വരണം. ഈ ഡീലിമിറ്റേഷൻ വഴിയാണ് ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിയുടെ ആ ബൗണ്ടറി തീരുമാനിക്കുന്നതും ഓരോ സ്റ്റേറ്റിൽ നിന്നും യൂട്ടീസിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് എത്ര MPs വരണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഡീലിമിറ്റേഷൻ വഴിയാണ്. അപ്പം പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റുകളിൽ നിന്നും യൂട്ടികളിൽ നിന്നും കൂടുതൽ എന്താണ് MPs വരും. പോപ്പുലേഷൻ കുറവുള്ളതെന്ന് കുറവ് MPs വരും. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് സ്റ്റേറ്റുകളിൽ കൂടുതൽ പോപ്പുലേഷൻ ആണ്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ MPs ലോക്സഭയിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ പവർ കിട്ടും ലോക്സഭയിൽ. സൗത്ത് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ അവർ നല്ല രീതിയിൽ 1970s കൺട്രോൾ ചെയ്തുകൊണ്ട് എന്താണ് MPsന്റെ അളവ് കുറയും. അപ്പോൾ ലോക്സഭയിൽ അവർക്കുള്ള പവറും കുറയും. അതാണ് ഒരു പ്രശ്നം. അത് കാരണം ഓൾറെഡി ഡീലിമിറ്റേഷൻ എന്താണ് 1971 ശേഷം എന്താണ് ഫ്രീസ് ചെയ്ത് 2026 വരെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2026 ശേഷം വരുന്ന സെൻസസിനെ ബേസ് ചെയ്ത് ഡീലിമിറ്റേഷൻ നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. 2026 ശേഷം വരുന്ന സെൻസസ് എന്ന് പറയുന്നത് 2021 സെൻസസ് നമ്മൾ കോവിഡ് കാരണം നടത്തിയില്ലല്ലോ. ആ സെൻസസ് ഇനി 2026 ഏപ്രിൽ 1 മുതൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനെയായി ഏകദേശം 2027 ആകുമ്പോഴേ ഐഡിയലി ഇത് തീരത്തുള്ളൂ. അതിനുശേഷം പിന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ 2028 ഫോം ചെയ്ത് അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് പറയുന്നത് നമുക്ക് 2011 ഓൾറെഡി സെൻസസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് ഡീലിമിറ്റേഷൻ ചെയ്യാന്ന്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം 850 സീറ്റായിട്ട് കൂടും. ഇതാണ് അവർ 131ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിൽ പറയുന്നത്. പക്ഷേ ഇതിലൊട്ടും സൗത്ത് സ്റ്റേറ്റുകൾ താല്പര്യപ്പെടുന്നില്ല. കാരണം 543 850 ആവുമ്പോൾ എല്ലാ സ്റ്റേറ്റുകളുടെയും ഇൻക്ലൂഡിങ് സൗത്ത് സ്റ്റേറ്റുകളുടെ സീറ്റുകൾ കൂടും. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ലോക്സഭയിൽ സൗത്ത് സ്റ്റേറ്റിന്റെ പവർ കുറയും. ഇപ്പോഴുള്ളേക്കാളും കുറവ് റെപ്രസെന്റേഷനെ ആ ഒരു ഷെയറെ നമ്മൾ ടോട്ടൽ ലോക്സഭയിൽ എടുത്തു നോക്കുമ്പോൾ സൗത്ത് സ്റ്റേറ്റിന് കാണും ഇത്രയും കൂട്ടിയാൽ കൂടി. അതുകൊണ്ടാണ് സൗത്ത് സ്റ്റേറ്റ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇത് വെച്ച് കൂട്ടാൻ പറ്റില്ല. അതുമാത്രമല്ല ഈ ബില്ല് റിജക്റ്റും ആയി. പക്ഷേ ഈ ബില്ലിന് ഇപ്പോൾ ഗവൺമെന്റ് എന്തുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്? വിമൻ റിസർവേഷൻ ബില്ലുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ഇത് റിജക്റ്റ് ആയതോട് വിമന്റെ റിസർവേഷൻ ബില്ലും റിജക്റ്റ് ആയ രീതിയിലാണ് ഗവൺമെന്റ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി 2023 വിമൻ റിസർവേഷൻ ബിൽ എന്ന് പറയുന്ന ബില്ല്, അല്ലെങ്കിൽ അതിനെ നാരി ശക്തി വന്ദൻ അധിനിയമം എന്ന് പറയും. അത് ഓൾറെഡി 2023 പാസ് ആയായിരുന്നു. അപ്പൊ നോർത്തിനോ സൗത്തിനോ ഒരു രീതിയിലുള്ള പ്രശ്നവും ഇല്ലായിരുന്നു. ഇതിൽ പറയണേന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ നമ്മുടെ ലോക്സഭയൊക്കെ നോക്കിയാൽ വിമൻ MPയുടെ റെപ്രസെന്റേഷൻസ് വളരെ കുറവാണ്. ഏകദേശം 15% താഴെയുള്ളൂ. അതൊരിക്കലും ഒരു ഡെമോക്രാറ്റിക് നേഷനെ സംബന്ധിച്ച് നല്ലൊരു കണക്കല്ല. അതുകൊണ്ട് ഈ വിമൻ റിസർവേഷൻ ബില്ല് പറയുന്നത് നമ്മുടെ ലോക്സഭയിലായാലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായാലും വിമന്റെ റിസർവേഷൻ 1/3 ആക്കണം. അതായത് ടോട്ടൽ സീറ്റ് എത്രയാണോ ഉള്ളത് അതിന്റെ 1/3 വിമന് ആക്കണം. അതായത് ഇപ്പൊ 543 ഉണ്ടെങ്കിൽ അതിന്റെ 1/3 വിമന് റിസർവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത് ഓൾറെഡി റിസർവേഷൻ ബില്ല് പാസ്സായി കഴിഞ്ഞു. പക്ഷേ ഗവൺമെന്റ് പറയണം നമ്മൾ ഇപ്പോഴത്തെ 543 സീറ്റിൽ വിമൻസ് റിസർവേഷൻ കൊടുക്കണ്ട, നമുക്ക് എന്താ ചെയ്യാം 850 ആക്കി ഡീലിമിറ്റേഷൻ വഴി കൂട്ടിയതിനു ശേഷം അതിൽ വിമൻസ് റിസർവേഷൻ കൊടുക്കാം. അപ്പൊ 850 ആവട്ടെ, അതിൽ വിമൻ റിസർവേഷൻ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ സൗത്ത് സ്റ്റേറ്റുകൾ 850 ആവാൻ അവർക്ക് താല്പര്യമില്ല. അവർ പറയണത് വിമൻ റിസർവേഷൻ കൊടുക്കണമെന്നാണെങ്കിൽ ഈ 543 തന്നെ 1/3 കൊടുക്കട്ടെ. പക്ഷേ ഗവൺമെന്റ് ഇൻഡയറക്ട്ലി ഈ 543 വിമൻ റിസർവേഷൻ കൊടുത്താൽ ഇവരുടെ കറണ്ട് ആയിട്ടുള്ള മെയിൽ MPസിന് ഒരുപാട് സീറ്റ് കുറയും എന്നതും കൂടി കൊണ്ടാണ് ഇതിൽ കൊടുക്കാതെ 850 ആക്കി കൂട്ടിയിട്ട് അതിൽ കൊടുക്കാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ 850 ആയിട്ട് കൂട്ടുമ്പോഴത്തേക്കും വിമൻ റിസർവേഷൻ വരുന്നതുകൊണ്ട് സൗത്ത് സ്റ്റേറ്റിന് കുഴപ്പമില്ല. പക്ഷേ 850 ആയിട്ട് കൂട്ടുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി സൗത്തിന്റെ MPസിന്റെ അളവ് കുറയുമെന്നാണ് ഈ ലോക്സഭയിൽ. അതുവഴി അവരുടെ വോയിസും പവറും കുറയും. അതാണ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് സൗത്ത് സ്റ്റേറ്റുകളൊക്കെ ഈ ബില്ലിന് ഒപ്പോസ് ചെയ്യുന്നതും ഈ ബില്ല് 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് ക്യാൻസൽ ചെയ്തതും. അത് ഇൻഡയറക്ട്ലി ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് വിമൻ റിസർവേഷന് ക്യാൻസൽ ചെയ്തു എന്ന രീതിയിലാണ്. അത് അല്ല, വിമൻ റിസർവേഷൻ ഓൾറെഡി 2023 പാസ്ഡ് ആയായിരുന്നു. ഈ സീറ്റ് കൂട്ടിയതിനു ശേഷമേ വിമൻ റിസർവേഷൻ കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ സീറ്റ് കൂട്ടുന്നതിന് റിജക്ട് ചെയ്തതാണ്. കറന്റ്ലി ഉള്ള സീറ്റിൽ കൊടുക്കുന്നതിലോ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും സൗത്ത് സ്റ്റേറ്റിനോ മറ്റാർക്കും ഇല്ല. പക്ഷെ ഇതിൽ കൊടുക്കില്ല, സീറ്റ് കൂട്ടിയതിനു ശേഷം കൊടുക്കൂളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സീറ്റ് കൂട്ടാനുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പറയുന്നത്. അല്ലാതെ വിമൻസ് റിസർവേഷനുമായി ബന്ധപ്പെട്ടല്ല ഈ റിജക്ട് ചെയ്ത ബില്ല് പറയുന്നത്. താങ്ക് യു.